ഹലോ ഗായ്സ്, നമ്മളിന്ന് സൺഡേ അല്ലേ, ജസീറ പള്ളിയിൽ പോവാണ്. ഇന്ന് പള്ളിയിൽ പെരുന്നാളാണ് കേട്ടോ. അപ്പം എത്രാൻ്റെ കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് പള്ളിയിൽ പോകാം. പള്ളി ചെന്നിട്ട് പള്ളിയിലെ വിശേഷങ്ങൾ എന്നല്ല, കുർബാന, അവിടുത്തെ തിരുക്കർമ്മങ്ങൾ, അതിലൊക്കെ ചെറിയ ചെറിയ ഷോട്ടുകൾ ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നിന്ന് ഒരു 1/2 to 45 minutes ഡ്രൈവ് ഉണ്ട് പള്ളിയിലേക്ക്. അപ്പം പള്ളിയിൽ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും പിന്നെ പള്ളിയിലെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പോകുന്ന വഴി നമ്മളിന്ന് പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കാനായിട്ട്. കണ്ട സൈഡിൽ ഇത് മുരിങ്ങയിലേക്ക് നിൽക്കുന്നുണ്ട് ഗൈസ്. യുഎയിൽ ഏറ്റവും കൂടുതൽ ഉള്ള സാധനമാണ് മുരിങ്ങയിലെ മുരിങ്ങക്കായൊക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. നമ്മുടെ വണ്ടീൻ്റെ ടേൺ വന്നിരിക്കുകയാണ്. അങ്ങനെ പെട്രോൾ അടി കഴിഞ്ഞിട്ട് നമ്മൾ യാത്ര തുടരുകയാണ് ഗൈസ്. ജസീറയിലേക്കുള്ള റോഡിലൂടെ നമ്മളങ്ങനെ മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാലം കൂടില്ല കയറാൻ. ഈ പാലം കയറി പോകുന്ന ഭയങ്കര ഇഷ്ടം. ഇവിടെ ഈ റാസൽ ഖൈമ, എമിറേറ്റിലെ ജസീറ, അൽഹംറ, മിന അൽ അറബ്, അൽമർജാൻ ഐലൻഡ്, ഇതൊക്കെ നമ്മൾ പോകുന്ന ഈ ഏരിയയിലാണ് കേട്ടോ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക്കിൻ്റെ പ്രശ്നമുള്ള സ്ഥലം. പോരാത്തതിന് മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ ആദ്യത്തെ ഗെയിമിംഗ് റിസോർട്ട് വരുന്നത് അൽമർജാൻ ഐലൻഡിലാണ്. അപ്പോൾ അതൊക്കെ പ്രമാണിച്ച് റോഡുകളൊക്കെ ഒന്ന് വിപുലീകരിക്കുകയാണ്. 4 വരിപ്പാതയൊക്കെ ഇവിടെ വരികയാണ് കേട്ടോ. പിന്നെ അത് കൂടാതെ മെയിനായിട്ടുള്ള ഹൈവേകൾ, ദുബായിൽ നിന്നൊക്കെ ടൂറിസ്റ്റുകൾ പിന്നെ ഡയറക്റ്റായിട്ട് എത്തിപ്പെടാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫ്ലൈ ഓവർ, ബ്രിഡ്ജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം കാസിനോ റിസോർട്ട് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് എന്താ പറയുക, ടൂറിസ്റ്റുകളെയൊക്കെ ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടുത്തെ ഗവൺമെൻറ്. ഒരുപാട് വലിയ മില്യൺസ് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നടത്തി ചെയ്യുന്ന ഒരു വലിയ പ്രോജക്റ്റാണിത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കി കൊടുക്കും എന്നാണ് പറയുന്നത് ഈ കാസിനോ റിസോർട്ട്. അപ്പം ആ സമയത്തേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഡെവലപ്മെൻറ്റ്സും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അതുകൊണ്ട് ഇവിടെ എല്ലാം പൊളിച്ചിട്ടേക്കാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദുബായിൽ ജുമേറ ഏരിയ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഈ റാസൽ ഖൈമയിലെ ഈ ഏരിയ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം ഫുള്ള് പൊളിച്ച് ഇട്ടേക്കുന്നത് ഡെവലപ്മെൻറ്റ്സിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. ഇൻഷാ അള്ളാ ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വ്ളോഗും കൂടെ ഞാൻ ചെയ്യാം കേട്ടോ. ഈ ഏരിയ ഫുള്ള് മിന അൽ അറബിൻ്റെ അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഈ കാണുന്നില്ലേ, ഏത് തോലത്തിലത് പൊങ്ങി നിൽക്കുന്നല്ലേ, ആ കാണുന്നതാണ് ഗൈസ്. അവിടെയാണ് നമ്മുടെ കാസിനോ വരുന്നത്. വെയിലടിച്ചിട്ട് എൻ്റെ പ്രതിബിംബം വരുന്നത് കറക്റ്റ് കാണുന്നില്ല. അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കും. ഫുള്ള് പണികളാണ്. ഇത് റാക്കീസ്, മറ്റേ എന്തൊക്കെയൊക്കെയോ ഫ്രീ ട്രേഡ് സെന്റർ, അത് എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയൊക്കെയോ പരിപാടികൾ. ശരിക്കും ജസീറയിൽ കൂടുതലും ഹോട്ടൽസ്, റിസോർട്ട്സ്, പിന്നെ ഭൂരിഭാഗവും ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ മന്ദം നമ്മുടെ പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കാണ്. ഇന്ന് പെരുന്നാളായതുകൊണ്ട് തന്നെ ആകെ ഒരു കുർബാനയുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. പാർക്കിംഗ് ഒക്കെ കിട്ടുമോ എന്നുള്ളത് കണ്ടറിയണം. അങ്ങനെ ഫൈനലി പാർക്കിംഗ് ഒക്കെ കിട്ടി. നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് പള്ളിയിലേക്ക്. ഇതാണ് നമ്മുടെ പള്ളി. നമുക്ക് പള്ളിയിൽ സ്ഥലം കിട്ടിയില്ല കേസ്. കാര്യമൊക്കെ പറഞ്ഞ് 1/2 hour നേരത്തെ എത്തിയതാണെങ്കിലും പാർക്കിംഗ് കിട്ടാൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ പള്ളിയിലേക്ക് കയറാനും ലേറ്റായി.
എന്തായാലും പള്ളിക്കകത്ത് കിട്ടിയില്ലെങ്കിലും ബേസ്മെൻറ്റിലേക്ക് പോയി. അവിടെ എന്തായാലും നമുക്ക് അവിടെ ഇരുന്നാണെങ്കിലും മാസ് അറ്റൻഡ് ചെയ്യാമല്ലോ. ഈ ദിവസം സെയിൻറ്റ് ആൻ്റണിയുടെ മരണത്തിരുന്നാളാണല്ലോ. നമ്മുടെ ഈ പള്ളി സെയിൻറ്റ് ആൻ്റണീൻ്റെ മധ്യസ്ഥതയിലുള്ള പള്ളിയാണ്. അതിനോടനുബന്ധിച്ചിട്ടുള്ള തിരുക്കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ മെത്രാന് കുർബാനയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. We know that Saint Anthony understood this meaning and he spent his life going around and announce the word of God. മാസമൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം നമുക്ക് നേർച്ച ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് തിരക്കൊന്ന് കുറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ പള്ളിയിലൊന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന്. നമുക്ക് നേരത്തെ പള്ളി കയറാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പള്ളിയിലെ ഫ്രണ്ടിലുള്ള മാതാവിൻ്റെ ഗ്രോട്ടോയിലും പോയി മാതാവിനോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ എല്ലാം കഴിഞ്ഞ് ഭക്ഷണം എല്ലാം കഴിഞ്ഞ് നമ്മൾ കാറിലെത്തി കഴിച്ച് എന്ത് ചൂടാണെന്നറിയാമോ. ചൂടെടുത്താകെ മൊത്തം മുഖമൊക്കെ അലമ്പായി വേർത്ത്. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ ബൈ.